ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഐശ്വര്യലക്ഷ്മി അവള് വരട്ടെ, അവള് വരണം. അവളിലൂടെയാ എനിക്ക് മണിമാല കിട്ടേണ്ടത്. മണിമാല കിട്ടാൻ ഈ രമാദേവി ഏതറ്റം വരെയും പോവും. സീതാന്റിയെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയത് ഭഗവാനാ. ഇത് ഞാൻ പറഞ്ഞതല്ല ചന്ദ്രാമേ, ഈ നിൽക്കുന്ന ആളെ എന്നെ പറഞ്ഞത്. ഭഗവാനായാലും ഇന്ദ്രനായാലും ഇയാൾക്ക് എന്താ? താൻ ഒരു സഹായത്തിനും വന്നില്ലല്ലോ, പിന്നെ കൂടുതൽ സംസാരിക്കാൻ വരണ്ട. ഇപ്പൊ ശരിക്കും മനസ്സിലായി തന്നെ ഒന്നിനും കൊള്ളില്ലെന്ന്. മോളെ മോളെ അങ്ങനെയല്ല, സ്റ്റേഷനിലേക്ക് വരാൻ മഹി ഇറങ്ങിയതാ. അപ്പോഴാ രമാ മേഡം. ഞാനും കൂടി സ്റ്റേഷൻ വരെ പോയിട്ട് വരാച്ചാ. ശരി. മഹി, നീ എവിടേക്കാ? ഞാനൊന്ന് സ്റ്റേഷൻ വരെ പോകാന്ന് കരുതി. ഇവിടെ നിന്ന് ആരും ഈ പേരും പറഞ്ഞ് സ്റ്റേഷനിലേക്ക് പോകുന്നില്ല. അതാ ഉണ്ടായത്. മോള് മഹിയെ തെറ്റിദ്ധരിച്ചതാ. നേരത്തെ ഞാനിത് പറയണമെന്ന് കരുതിയതാ, പക്ഷെ അത് പറ്റിയില്ല. ഞാനന്ന് തന്നോട് പറഞ്ഞില്ലേ എന്ത് പ്രശ്നത്തിലും കൂടെ കാണുമെന്ന്. അത് വെറുതെ നേരം പോക്കിന് പറഞ്ഞതല്ല, ഞാൻ ശരിക്കും മനസ്സിൽ തട്ടി തന്നെ പറഞ്ഞത്. എനിക്കറിയാം തന്റെ മനസ്സിൽ ഇപ്പോഴും പശ്ചാത്താപാണെന്ന്. അത് സഹാരമില്ലടോ. താൻ അറിയാതെ ഓരോന്ന് പറഞ്ഞതല്ലേ, ഞാനത് അപ്പോഴേ വിട്ടു. താൻ അതൊന്നും മനസ്സിലാക്കണ്ട, സോറിയും പറയണ്ട. അയ്യടാ, ആര് സോറി പറയാൻ? ആർക്ക് പശ്ചാത്താപം? എനിക്കോ? എന്തിന്? തന്നോടെ കൂടുതൽ പറയാത്തതിന്റെ വിഷമം മാത്രമേ എനിക്കുള്ളൂ. ഇവിടുത്തെ ആ പെരട്ട തള്ളയുടെ വാക്കും കേട്ടോണ്ട് പേടിച്ചിവിടെ ഇരുന്നിട്ട് ഇപ്പൊ സെന്റി അടിച്ച് മെഴുകുന്നോ? അവര് പറഞ്ഞിട്ടും താൻ അവരെ എതിർത്ത് വന്നിരുന്നെങ്കിൽ ഞാൻ തന്നെ അംഗീകരിച്ചേനെ. താൻ ഇവിടുത്തെ ഒരു ഡ്രൈവറാ, അതിലുപരി ഒരു മനുഷ്യനാ. തനിക്ക് തന്റേതായ ഇഷ്ടങ്ങളും തീരുമാനങ്ങളും ഒക്കെ കാണും. അത് രമാദേവി എന്ന തന്റെ പോറ്റമ്മയുടെ കീഴില് അടിയറവ് വെക്കേണ്ട കാര്യമില്ല. പേടിച്ച് മൂലേ കയറി ഇരുന്നിട്ട് ഇപ്പൊ ഞാൻ സോറി പറയണം പോലും. താൻ എന്നെ സഹായിച്ചിരുന്നെങ്കിൽ തന്നെ ഞാനൊരു താങ്ക്സ് പോലും പറയില്ലായിരുന്നു. അപ്പോഴല്ലേ സോറി. അതെ, ഈ നന്ദിയും കടപ്പാടും സോറിയൊക്കെ മനുഷ്യർക്കുള്ളതാ. തന്നെ ആ ഗണത്തിലൊന്നും കൂട്ടാൻ പറ്റത്തില്ലല്ലോ. സത്യം പറ, താൻ ഏലിയനല്ലേ? എന്തായാലും മനുഷ്യഗണത്തിലുള്ളതല്ല. തനിക്ക് എന്താ? ഇനി കൂടുതൽ വല്ലതും പറഞ്ഞോ ഞാൻ തന്നെ തല്ലും. അപ്പൊ തനിക്ക് മനസ്സിലാവും ഞാൻ മനുഷ്യനാണോ ഏലിയനാണോന്ന്. ഇതുവരെ തീർന്നില്ലേ നിങ്ങളുടെ പ്രശ്നം? ചന്ദ്രമേ, ഞാൻ പോവാണേ. ചന്ദ്രമ്മ അങ്ങ് വന്നാ മതി. ഇയാളുടെ ചൊറിഞ്ഞ വർത്തമാനം കേട്ടോണ്ട് നിന്നാ ശരിയാവില്ല. അതാ. പാവം. ദുർഗ, ജോർജ് സാറിന്റെ കോളുണ്ട്. ജഡി, മേനോനെ കുറിച്ച് നമ്മൾ അറിഞ്ഞത് സത്യമാണ്. മേനോൻ ഇന്ത്യയിലേക്ക് വന്നുവെന്ന് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. ഓക്കെ സർ, അയാളെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ ഞങ്ങളെ കൊണ്ടാവുന്ന എല്ലാ വഴിക്കും ശ്രമിക്കാം. ഓക്കെ ജഡി, ഞാൻ എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. സർ. ഓക്കെ. മേനോൻ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് കിരൺ. സർ ഇത് കൺഫേം ചെയ്തു.
ഹലോ, മേനോൻ സാർ വിളിച്ച് നിന്നെ ഒരു കാര്യം ഏൽപ്പിക്കാൻ പറഞ്ഞു. എന്തായിരുന്നു? പഴയ ക്ഷേത്രങ്ങളിലുള്ള താഴികക്കുടങ്ങളിൽ ഇറിഡിയം എന്ന ലോഹം ഉണ്ടെന്നാണ് പറയുന്നത്. അതിന് വിദേശ മാർക്കറ്റിൽ വലിയ ഡിമാൻഡാ. അത് സാറിന് വേണം. ശരി, ഞാൻ ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ, ഉടനെ വേണം. ഇതെങ്കിലും നിന്നെ കൊണ്ട് സാധിക്കുമെന്ന് നോക്കട്ടെ. സാർ ഉടനെ തിരിച്ചു പോകും, അതിനു മുമ്പ് വേണം. ശരി, ഞാൻ തിരക്കി നോക്കട്ടെ, എന്നിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ. അമ്മേ, ഞാൻ ഇറങ്ങിയ. നിന്റെ കമ്പനിയൊക്കെ എങ്ങനെ പോണു മോനെ? കുഴപ്പമൊന്നുമില്ലമ്മേ. ആ, ഇനിയിപ്പോ ഫെസ്റ്റിവൽ സീസൺ ഒക്കെ തുടങ്ങല്ലേ, അതിന്റെ തിരക്ക് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. ആ, അമ്മ ഒരു ദിവസം ഓഫീസിലേക്ക് വാ. ഞാൻ വരുന്നില്ല. നീ തന്നെ എല്ലാം അങ്ങ് നോക്കി നടത്തിയാ മതി. അത് തന്നെയാ അമ്മയ്ക്ക് സന്തോഷം. ശരി അമ്മേ, ഞാൻ ഇറങ്ങട്ടെ. ആ അർജുൻ, ആ, ആ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും ചന്ദ്രമതി വിളിച്ചിരുന്നു. ഉം, പൂർണിമയുടെ മകളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ വരുന്നുണ്ട്. ഉം. നമ്മള് കുടുംബസമേതം ചെല്ലണമെന്നാണ് ചന്ദ്രമതി പറഞ്ഞത്. എന്നെ പൃഥ്വിയും വിളിച്ചിരുന്നു. ഉം, നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോവാമേ. ഉം. എന്തായാലും നമ്മളെല്ലാവരും കൂടി പോവല്ലേ? അപ്പോ ഐശ്വര്യ ലക്ഷ്മിയോടും കൂടി വരാൻ പറയേ. അവളും ഇപ്പോ ഈ കുടുംബത്തിന്റെ ഒരു ഭാഗമല്ലേ. ഇന്ദ്രപ്രസ്ഥത്തിലുള്ളവർക്കൊക്കെ നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ ഒന്ന് കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്യാലോ. ഐശ്വര്യോടൊന്ന് സംസാരിച്ചു നോക്ക്. ഫ്രീ ആണെങ്കി വരാൻ പറയൂ നീ. ആ, ഐശ്വര്യ ഉറപ്പായിട്ടും വരുമേ, ഞാൻ പറയാം അവളോട്. ആ എന്നാ നീ ചെല്ല്. ശരി അമ്മേ. ഐശ്വര്യലക്ഷ്മി, അവള് വരട്ടെ. അവള് വരണം. അവളിലൂടെയാ എനിക്ക് മണിമാല കിട്ടേണ്ടത്. മണിമാല കിട്ടാൻ ഈ രമാദേവി ഏതറ്റം വരെയും പോവും. ഏതറ്റം വരെയും. ഞാൻ വിളിച്ചത് ഒരു സാധനം കിട്ടുമെന്ന് അറിയണം, അതിനു വേണ്ടിയാ. എന്താണെങ്കിലും പറഞ്ഞോ. എന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ അത് പൃഥ്വിക്ക് കിട്ടിയിരിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നത് നരീഷ് ശ്രദ്ധിച്ചു കേൾക്കണം.